വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ മോഷ്ടാവിനെ പോലീസ് പിടികൂടിയിട്ട് 1 മാസമേ ആകുന്നുള്ളൂ. ഇതിനിടയിലാണ് കണ്ണൂരിനെ ഞെട്ടിച്ച് വീണ്ടും ഒരു മോഷണം. കണ്ണൂർ തളാപ്പിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് 14 പവൻ സ്വർണവും പണവും മോഷണം പോയി. കൊട്ടാമാർഖണ്ടിക്ക് സമീപം ഉമൈദയുടെ വീട്ടിലാണ് മോഷണം പോയത്. മോഷ്ടാക്കൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തിങ്കളാഴ്ച പുലർച്ചെയാണ് മോഷണം നടത്തിയത്. വീട്ടുകാർ വാതിൽ പൂട്ടി ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴായിരുന്നു സംഭവം. വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് കള്ളൻ അകത്തു കയറിയത്. മുറികളിലെ അലമാരകളുടെ പൂട്ട് തകർത്ത് മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ച 12 സ്വർണ്ണ നാണയങ്ങളും 2 പവൻ മാലയും 88,000 രൂപയും കവർന്നു. വീട്ടുടമസ്ഥനും കുടുംബവും വിദേശത്താണ്. ഉമൈബയുടെ മകൻ നാദിർ തന്റെ സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായി ശനിയാഴ്ച നാട്ടിലെത്തിയിരുന്നു. ചെറുകുന്നിലെ കല്യാണത്തിൽ പങ്കെടുക്കാനായി തലേ ദിവസം വാതിൽ പൂട്ടി പോയതാണ് നാദിർ. വിവാഹാഘോഷം കഴിഞ്ഞ് നാദിർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTVകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. നേരത്തെ വളപട്ടണം മന്നയിലെ മൊത്ത അരി വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 300 പവൻ സ്വർണവും 1 കോടി രൂപയും കവർന്ന കേസിൽ പ്രതി അയൽവാസിയായിരുന്നു. പ്രതി ലിജീഷിൽ നിന്ന് പിടിച്ചെടുത്ത തൊണ്ടി മുതൽ കണ്ടെടുത്തിരുന്നു. പ്രവാസിയായിരുന്ന ലിജീഷ് നേരത്തെയും മോഷണ കേസുകളിൽ പ്രതിയാണ്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ പ്രതിയുടെ വിരലടയാളം പരിശോധിച്ചിരുന്നു. ഇതിൽ നിന്ന് കണ്ണൂർ കീച്ചേരിൽ 1.5 വർഷം മുമ്പ് മോഷണം നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളവുമായി സാമ്യമുണ്ടെന്ന് വ്യക്തമായി. ഇതോടെ ചുരുളറിയാതെ കിടന്ന കീച്ചേരി മോഷണ കേസിലും തുമ്പുണ്ടായിരിക്കുകയാണ്. സ്വന്തം വീട്ടിലെ മുറിയിൽ കട്ടിനടിയിൽ സൂക്ഷിച്ച രഹസ്യ അറയിലാണ് മോഷണ വസ്തുക്കൾ ലിജീഷ് ഒളിപ്പിച്ചിരുന്നത്. മോഷണത്തിൽ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പുറത്തുവിട്ടിരുന്നു. ലിജീഷ് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെങ്കിലും ഞായറാഴ്ച രാവിലെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. തൊട്ടുപുറകെ ഇയാളുടെ വീട്ടിലെത്തി തൊണ്ടി മുതൽ പിടിച്ചെടുത്തുവെന്നും കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തു. മോഷണം നടന്ന KP അഷ്റഫിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലായിരുന്നു ലിജീഷ് താമസിക്കുന്നത്. ഒരു മതിലിന് ഇരുപുറവുമാണ് 2 വീടുകളും. അഷ്റഫിന്റെ വീട് ലിജീഷ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു. നവംബർ 19-ന് അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിലേക്ക് പോയെന്ന് മനസ്സിലാക്കിയ പ്രതി മോഷണം നടത്തുകയായിരുന്നു. 1 കോടി രൂപയും 300 പവനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇതിന്റെ പകുതി ആദ്യത്തെ ദിവസം മോഷ്ടിച്ചു. പിന്നീട് 21-ാം തീയതി വീണ്ടും വീട്ടിൽ കയറി ശേഷിക്കുന്ന സ്വർണവും പണവും കവരുകയായിരുന്നു. എന്തായാലും അതുപോലത്തെ തന്നെ ഒരു മോഷണമാണ് ഇപ്പോൾ തളപ്പിലും നടന്നിരിക്കുന്നത്. സംഭവത്തിൽ ഏതാനും സൂചനകൾ കിട്ടിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി വരികയാണ്.